ഇന്നത്തെ റെസിപ്പി വളരെ സ്പെഷ്യലായിട്ടുള്ളതാണ്. കരിയാപ്പില ചിക്കൻ പെരട്ട്, അതായത് കരിയാപ്പിലയൊക്കെ വറുത്ത് അരച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ പെരട്ടാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. കരിയാപ്പില ചിക്കൻ പെരട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോണുള്ള ചിക്കനാണ് ഒന്നുകൂടെ നല്ലത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മസാലകൾ 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 നാരങ്ങയുടെ ലെമൺ ജ്യൂസും വേണേ. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ തൈരും. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ വെക്കണം. 1 മണിക്കൂർ വെച്ചില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹാഫ് ആൻ അവറെങ്കിലും അത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഈ മസാലയെല്ലാം ചിക്കനകത്ത് നന്നായി പിടിക്കണം. അതിനാണേ ഈ മസാലയെല്ലാം പുരട്ടിയിട്ട് നമ്മൾ ഇപ്പോൾ 1 മണിക്കൂറിൽ കൂടുതൽ വെച്ചാലും ഒന്നുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ആ കറിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഉപ്പും എരിയെല്ലാം അതിനകത്ത് നന്നായിട്ട് പിടിക്കും. അപ്പം നമുക്ക് ഇതിൻ്റെ മസാല ഉണ്ടാക്കണം. ഇതിന് കരിയാപ്പില ചിക്കൻ പെരട്ടാണല്ലോ, അപ്പോൾ നമുക്ക് കരിയാപ്പില വറുത്തെടുക്കണം. അതിൻ്റെ കൂടെ തക്കോലം, ഗ്രാമ്പൂ, ഏലക്ക, മല്ലി, മുളക്. ഈ മുളക് എരിയുള്ള മുളകാണേ, അതൊക്കെ വേണം. അതിൻ്റെ കൂടെ ഞാനൊരു ചെറിയൊരു ബേ ലീഫും കൂടി ഇട്ടിട്ടുണ്ട്. 4-5 കുരുമുളകും കൂടെ ഇട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ വറുത്തിട്ട് ഇത് നമ്മൾ പൊടിച്ചിട്ടാണ് അതിനകത്ത് ഇടുന്നത്. ദാ ഇവിടെ മല്ലിയെല്ലാം നന്നായി മൂത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇതിനകത്ത് കരിയാപ്പില ഇടണം. കരിയാപ്പില കുറച്ച് വാടിയ കരിയാപ്പിലയാണ് ഞാൻ എടുത്തേക്കുന്നത്, അപ്പോൾ പെട്ടെന്ന് മൂത്ത് കിട്ടും. പച്ച കരിയാപ്പിലയാണെന്നുണ്ടെങ്കിൽ മൂക്കാൻ കുറച്ച് താമസമുണ്ട്. ഇതാ കരിയാപ്പില ഇവിടെ നന്നായി മൂത്തിട്ടുണ്ട്. ഈ മസാല പൊടിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ നെയ്യിലാണ് ഈ കറി ഉണ്ടാക്കുന്നത്. കറിയല്ല, പെരട്ട്, കരിയാപ്പില ചിക്കൻ പെരട്ട്. നെയ്യും അതിൻ്റെ കൂടെ വെളിച്ചെണ്ണയും. ഞാനൊരു 1 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ പെരിഞ്ചീരവും ചെറിയ ജീരവും കുറച്ച് സ്പൈസസും 1 ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കണം. സ്പൈസസ് എല്ലാം നല്ല മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ ചിക്കൻ ഈ നെയ്ക്കകത്ത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ല ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് കൂട്ടി വെക്കണം. ഒരു മീഡിയത്തിൽ വെച്ചിട്ട് വേണം ഇത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ആദ്യം തന്നെ നമുക്ക് ഈ ഓയിലും നെയ്ക്കകത്തും ഈ ചിക്കൻ നന്നായിട്ട് പുരട്ടിയെടുക്കണം. ഒരു 10 മിനിറ്റെങ്കിലും നമുക്കിങ്ങനെ ഇത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ആ സമയം തന്നെ ചിക്കൻ ഒരു ഹാഫ് കുക്കാവും. എന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ എരിക്കനുസരിച്ചിട്ട് വേണം ഇടാൻ. ഇത് എരി കുറഞ്ഞ മുളകായതുകൊണ്ടാണ് ഞാൻ 2-3 ഇട്ടേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ സവാള ഈ ഒരു സൈസിൽ വേണം കട്ട് ചെയ്യാൻ. നീളത്തിൽ കട്ട് ചെയ്യരുത്. ഇങ്ങനെ ചെറുതായിട്ട് ചെറിയ പീസിൽ വേണം സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാൻ. അപ്പം ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. ആ സമയത്താണ് വെളുത്തുള്ളി, പച്ചമുളക്, സവാളയെല്ലാം ഇട്ട് കൊടുത്ത് അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ചു വെച്ച മസാലയില്ലേ, കരിയാപ്പിലയൊക്കെ വറുത്ത് നമ്മൾ പൊടിച്ചു വെച്ചില്ലേ, അതിട്ട് കൊടുക്കണം. അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആ എണ്ണയ്ക്കകത്തിട്ടിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കണം. എന്നിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ച് ഒരു ചെറിയ ഫ്ലെയിമിൽ ഇനി വേണം വെക്കാൻ. എന്നിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ചിക്കൻ വേവണമല്ലോ. ഈ ചിക്കൻ നന്നായി വഴറ്റി വന്നപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത ആ മസാലയൊക്കെ ഞാൻ ഇതിനകത്ത് ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം വേറെ വെള്ളമൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല. ഈ മസാലയും ആ നെയ്യും എണ്ണയും മാത്രമാണ്. ഓൾമോസ്റ്റ് നമ്മളുടെ ചിക്കനെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അടിക്കൊക്കെ പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇങ്ങനെയാണ് പെരട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്, കറിയല്ല. അപ്പോൾ കുറച്ച് നല്ല മസാലയൊക്കെ ഈ ചിക്കൻ പീസിൽ നന്നായിട്ട് പൊതിഞ്ഞിരിക്കും. അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, പുട്ടിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ, എന്തിൻ്റെ വേണമെങ്കിലും കൂടെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.